പ്രിയക ദൈവത്തിൻ്റെ വന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വീണ്ടും ദൈവവചനം പഠിക്കുവാനായിട്ട് അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസവും യൂദായുടെ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ തിരുവചന പഠനത്തിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. യൂദായുടെ ലേഖനത്തെക്കുറിച്ചുള്ളതായ ചുരുങ്ങിയ ഒരു പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. അതിൻ്റെ ഇൻട്രഡക്ഷനിലേക്ക് പ്രവേശിച്ച് ഒന്നാമത്തെ വാക്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. യേശു ക്രിസ്തുവിൻ്റെ ദാസനായി തന്നെ തന്നെ പരിചയപ്പെടുത്തിയതായ യൂദായെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. ദാസൻ്റെ വിവിധ അനുഭവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്. ഇനിയും അതിൻ്റെ മുൻപോട്ടുള്ളതായ ഭാഗത്തേക്ക് നമ്മൾ ഈ ക്ലാസ്സിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്കെല്ലാവർക്കും ആയിരിക്കാം. യൂദായുടെ ലേഖനത്തിലെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം. പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ടു ദോസ് ഹു ആർ കോൾഡ്, beloved in God the Father and kept for Jesus Christ. യൂദായുടെ ലേഖനം ആർക്കു വേണ്ടി ആണ് എഴുതുന്നത് എന്നുള്ളത് യൂദ നമ്മോട് പറയുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ യൂദ അവിടെ ഉപയോഗിക്കുന്നു. അതായത് ഈ ലേഖനം താൻ ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്, അവരുടെ പ്രിവിലേജ് എന്താണ്, അവരുടെ പദവി എന്താണ്. ആ 3 പദവികളെയാണ് അദ്ദേഹം ഈ വാക്കുകളിൽ കൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 3 യുണീക്ക് പൊസിഷൻസ് ഓഫ് ബിലീവേഴ്സ്, വിശ്വാസികളുടെ 3 നിസ്തുല്യമായ പദവികൾ, അതാണ് വിശുദ്ധ യൂദാശ്ലീഹ ഇവിടെ നമ്മളോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 3 യുണീക്ക് പൊസിഷൻസ് ഓഫ് ബിലീവേഴ്സ്, വിശ്വാസികളുടെ 3 നിസ്തുല്യ പദവികൾ. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഇതാണ് മലയാളത്തിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓർഡറിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ആ ഓർഡർ ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് ഉചിതമായത് എന്ന് തോന്നുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ടു ദോസ് ഹു ആർ കോൾഡ്, ബിലവഡ് ഇൻ ഗോഡ് ദ ഫാദർ and kept for Jesus Christ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഓർഡർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മലയാളത്തിൽ പറഞ്ഞപ്പോൾ ഒന്നാമത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്കും, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരെന്ന്, മൂന്നാമത് പറയുന്നത് വിളിക്കപ്പെട്ടവരെന്ന്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആ ഓർഡറിന് ചേഞ്ച് വരുന്നു. ഒന്നാമത് വിളിക്കപ്പെട്ടവർ, രണ്ടാമത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, മൂന്നാമത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ ചിന്തിക്കാം: ദോസ് ഹു ആർ കോൾഡ്, ദോസ് ഹു ആർ ബിലവഡ് ഇൻ ഗോഡ് ദ ഫാദർ ആൻഡ് ദെൻ ദോസ് ഹു ആർ കെപ്റ്റ് ഫോർ ജീസസ്. അതാണ് ആ ഓർഡറിന് കുറച്ചുകൂടെ ഭംഗി നൽകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിളിക്കപ്പെട്ടവർ, സ്നേഹിക്കപ്പെട്ടവർ, യേശു കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടവർ. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ
3 നിസ്തുല്യ പദവികൾ ഇവിടെ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ബിലീവേഴ്സിൻ്റെ പ്രിവിലേജാണ്. വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്ന ഒരു ദൈവ പൈതലിന് നൽകിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്. ദൈവത്താൽ വിളിക്കപ്പെടുക, അതൊരു വലിയ പ്രിവിലേജാണ്. യേശു കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. യേശു കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷകൾ തുടങ്ങുമ്പോൾ താൻ ഏകനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ആ ഏകനായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം യേശു കർത്താവ് 12 ശിഷ്യന്മാരെ പേരെ ചൊല്ലി വിളിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഓക്കെ, 12 പേരെയാണ് കർത്താവ് തന്നോടൊപ്പം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ, എത്രയോ ആളുകൾ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവ് തൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതൊരു ഗ്രൂപ്പ് ഓഫ് ഡിസൈപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഗ്രൂപ്പ് ഓഫ് ഡിസൈപ്പിൾസിൽ നിന്ന് അന്ത്രയോസ് അവനെ പിന്തുടരുന്നു. അന്ത്രയോസ് അവനെ പിൻചെല്ലുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇനി മറ്റൊരു ഇൻസിഡൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരുന്ന വല കഴുകുന്ന അനുഭവം. യേശു കർത്താവ് അതുവഴി പോകുമ്പോൾ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് പത്രോസിനെ വിളിക്കുന്നു. അങ്ങനെ തുടർന്നുള്ള ശിഷ്യന്മാരുടെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇൻ പേഴ്സൺ കർത്താവ് അവരെ വിളിക്കുകയാണ്. ഇവരെ വിളിക്കുമ്പോൾ അവരോടൊപ്പം അവരുടെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ പരിചയക്കാരുണ്ട്, അവർ ജോലി ചെയ്യുന്ന മേഖലകളിൽ മറ്റനേകരുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. എന്നാൽ അവരെ ആരെയും കർത്താവ് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ അവരാരും കർത്താവിനെ അനുഗമിക്കുന്നില്ല. പ്രത്യേകം വിളിക്കപ്പെട്ട ഈ 12 പേർ കർത്താവിനെ അനുഗമിക്കുന്നു. എല്ലാം വിട്ട് അവർ തങ്ങൾ കർത്താവിനെ അനുഗമിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി എന്താ? ഈ വിളിക്കപ്പെടുക അല്ലെങ്കിൽ കർത്താവിൻ്റെ വിളി ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രിവിലേജ് ആണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ നമുക്കൊരു വലിയ പദവിയാണ്, ഒരു വലിയ പൊസിഷനാണ് കർത്താവിനാൽ വിളിക്കപ്പെടുക. കർത്താവിനാൽ നമ്മളെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിലേക്ക് നമ്മെ വിളിച്ച് ചേർക്കുന്ന ഒരു അനുഭവം. അപ്പോൾ വിളിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക പദവിയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കാണുവാൻ കഴിയും തിരഞ്ഞെടുക്കപ്പെടുക. ലോകത്തിൽ എബ്രായ ജാതിയെ ദൈവം തിരഞ്ഞെടുത്തു. ആ കാലഘട്ടത്തിൽ ഒരുപാട് ജാതികളുണ്ട്. അവരെ ആരെയും തിരഞ്ഞെടുക്കാതെ യഹൂദ ജാതിയെ ദൈവം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാതിക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജാണ്, ഒരു പദവിയാണ്. അത് നമ്മുടെ മഹിമയൊന്നും നോക്കിയിട്ടൊന്നും അല്ല എടുക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഫാമിലിയുടെ മഹിമ, നമ്മുടെ പാരമ്പര്യം, ട്രഡീഷൻസ്, ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല എടുക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഓർത്തുകൊള്ളണം. ദൈവം നമ്മളെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രിവിലേജായിട്ട് കണക്കാക്കുക, അതൊരു പദവിയാണ്. ഇനി ഈ വിളിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പദവിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിലവഡ് ഇൻ ഗോഡ് ദ ഫാദർ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചു എങ്കിൽ പിന്നീട് 3-3.5 വർഷക്കാലം യേശുക്രിസ്തുവിനോടൊപ്പം അവരെ ചേർന്ന് യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിച്ച് യേശുവിൻ്റെ സ്നേഹം ആവോളം രുചിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ കർത്താവായ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവ സ്നേഹം ആവോളം അനുഭവിപ്പാൻ വേണ്ടിയിട്ടാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നതും ഒരു അടുത്ത വലിയ യുണീക്ക് പൊസിഷനാണ്, ഒരു വലിയ പദവിയാണ്, ആർക്കും കിട്ടാത്തതാണ്, മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു പ്രിവിലേജാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളതായ ആ പദവി എന്നുള്ളത് ഓർക്കണം. മൂന്നാമത്തെ കാര്യം അല്പം കൂടെ ഗ്രേറ്റ്നെസ് ഉള്ളതാണ്, ഒരല്പം കൂടെ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് വിശ്വസിക്കുവാനായിട്ടാണ് എനിക്ക് താല്പര്യം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിനായി
സൂക്ഷിക്കപ്പെട്ടവർ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവർ. അപ്പം കെപ്റ്റ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. അപ്പം വിളിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്നേഹിക്കപ്പെടുവാൻ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനു വേണ്ടി സൂക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരല്പം സിമ്പിളായിട്ട് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നതായ ഒരു പെൺകുട്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അവൾ പിന്നീട് ജീവിക്കുന്നത്, തന്നെത്താൻ പിന്നീട് ഒരുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതായ വരനു വേണ്ടിയിട്ടാണ് പിന്നീട് അവിടെ ജീവിതം. അവിടെ ജീവിതത്തിൽ പിന്നീട് വേറൊരു പുരുഷന് സ്ഥാനമില്ല. വേറൊരു പുരുഷനെ കുറിച്ച് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ താല്പര്യം കാണിക്കുവാനായിട്ടോ പാടുള്ളതല്ല. കാരണം വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മണവാളനായി വരുവാനായിട്ട് പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി, പുരുഷന് വേണ്ടി അവൾ തന്നെത്താൻ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളാണ്. നമ്മുടെ നാട്ടിലൊക്കെ മാതാപിതാക്കന്മാര് പറയാറുണ്ട്, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾ വളരെ സൂക്ഷിക്കണം. അതിനകത്തെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. അവർ പറയും ഒരു ഗ്രഹപ്പിഴയുടെ കാലഘട്ടമാണ് എന്നൊക്കെ. നമ്മൾ അതിനകത്തൊന്നും ചിന്തിക്കുന്നവരോ വിശ്വസിക്കുന്നവരോ ഒന്നും അല്ലായിരിക്കാം. അപ്പം അതായത് ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞാൽ കുറേയധികം സൂക്ഷിക്കണം. സ്വയമേവ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പെൺകുട്ടികളെ തനിയെ വീട്ടിൽ നിന്ന് വിടുകയില്ല. അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പരിപാലനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് അതെന്ന് ഓർത്തുകൊള്ളാം. കാരണം എന്തെങ്കിലുമൊക്കെ പഴമക്കാരെ സംബന്ധിച്ചിടത്തോളം, പഴയ മാതാപിതാക്കന്മാർ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ, അതായത് ചിലപ്പം വീഴ്ചകളായിരിക്കാം, ചിലപ്പം അപകടങ്ങളായിരിക്കാം, ആപത്തുകളായിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ള ചില ചിന്തകൾ, പഴയ ചിന്തകളുണ്ടല്ലോ. അതുകൊണ്ടാണ് അപ്രകാരമുള്ള ഒരു വാണിംഗ് കൊടുക്കുന്നത്. എന്തും സംഭവിക്കാൻ ഉള്ള ഒരു സാധ്യത എന്നുള്ള നിലയിൽ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുകയാണ്. ഒരു ദൈവ പൈതൽ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആത്മമണവാളനു വേണ്ടിയുള്ള അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാത്തിരിപ്പ് വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെത്താൻ സൂക്ഷിക്കണം. ലോകത്താലുള്ള കളങ്കം, കറ പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കേണ്ടുന്ന ഒരു കടമ ദൈവമക്കൾക്കുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന വരനു വേണ്ടി മാത്രം ഉള്ളതുപോലെ എന്നതുപോലെ രക്ഷിക്കപ്പെട്ടതായ സഭ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾ, കർത്താവിൻ്റെ മണവാട്ടി, കർത്താവിന് വേണ്ടിയുള്ളവർ മാത്രമാണ്. അപ്പം ആ പ്രിവിലേജ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടുള്ളവരാണ്? രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ കർത്താവിന് വേണ്ടി മാത്രം ഉള്ളവർ. സോ നമ്മൾ സൂക്ഷിക്കപ്പെടുന്നു. വി ആർ കെപ്റ്റ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവർ. യേശു കർത്താവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവർ തന്നെത്താൻ സൂക്ഷിക്കുവാനും ലോകത്താലുള്ളതായ കളങ്കം പറ്റാതെ ജീവിക്കണം. അതായത് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി പേരുദോഷം വരുത്താതെ ജീവിക്കേണ്ടത് മണവാട്ടിയുടെ കടമയാണ്. വിവാഹം നടക്കുന്നതിന് മുന്നമേ എന്തും സംഭവിക്കാം. അപ്പോൾ പേരുദോഷം വരുത്താതെ ജീവിക്കേണ്ടുന്നത് മണവാട്ടിയുടെ കടമയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ, വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ് ലോകത്താലുള്ള കളങ്കം ഏൽക്കാതെ ഇരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം 3 യുണീക്ക് പൊസിഷൻസ് ആണ് നമുക്കിവിടെ കണ്ടത്. 1, നാം വിളിക്കപ്പെട്ടവർ. 2, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. 3, കർത്താവായ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ. ഇത് 3ഉം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിവിലേജ് ആയിട്ടുള്ള പദവികളാണ്. എന്നാൽ ഉത്തരവാദിത്വം തരുന്നതും ആണ് എന്നോർത്തോളം വളരെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കിതിനകത്തുണ്ട്. ഈ
പദവികളിൽ നിന്ന് താഴെ പോകുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നോർത്തുകൊള്ളും. അപ്പോൾ ഈ ഒരു ഉന്നതമായ പദവി, മറ്റുള്ളവർക്ക് നൽകാത്ത ഉന്നതമായ ഒരു പദവി ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ആ പദവിക്കൊത്ത ജീവിതം, കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ട സമൂഹം കർത്താവിനായി ജീവിക്കുമ്പോൾ ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം. ദൈവത്താൽ നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുമ്പോൾ, നമ്മളെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ, നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ, ആ മണവാളനോട് ചേരുവാൻ പ്രാപ്തമായ നിലയിൽ നമ്മളെ തന്നെ ഒരുക്കി അപ്രകാരം ജീവിപ്പാനായിട്ടുള്ളതായ ക്രമീകരണം ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതും വലിയ സംഗതിയാണ്, അപ്രകാരം ഉണ്ടാവേണ്ടുന്നതുമാണ് എന്നുള്ളത് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് യൂദായുടെ ലേഖനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി അങ്ങനെ നിസ്തുല്യ പദവികൾ ലഭിച്ചവർക്ക് പിന്നീട് കിട്ടുന്നത് എന്താണെന്നറിയാമോ? 2-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. മേ മെർസി, പീസ് ആൻഡ് ലവ് ബി മൾട്ടിപ്ലൈഡ് ടു യു. ഈ 3 യുണീക്ക് പ്രിവിലേജസ് ഉള്ളതായ, നിസ്തുല്യ പദവികൾ ഉള്ളതായ വ്യക്തികൾക്ക് അദ്ദേഹം പറയുകയാണ് 3 പ്രത്യേകമായിട്ടുള്ളതായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 3 അനുഗ്രഹത്തിൻ്റെ മുഖാന്തരങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ് എന്ന് ഓർത്തുകൊള്ളണം. കരുണ, സമാധാനം, സ്നേഹം. ആർക്കാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ, മേൽപ്പറഞ്ഞ 3 പദവികൾക്ക് അർഹരായിരിക്കുന്നതായ ദൈവജനത്തിന് വേണ്ടി ഉള്ളതാണ് ഈ 3 പദവികൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് കരുണയും നിങ്ങൾക്ക് സമാധാനവും നിങ്ങൾക്ക് സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം these 3 things, these 3 blessings should be multiplied. ഇത് വർദ്ധിച്ചു വരണം. പ്രത്യേക പദവികളുള്ളവരാണ്. പ്രത്യേക പദവികളുള്ളതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണം? അവർക്ക് കരുണ, അവർക്ക് സമാധാനം, സ്നേഹം, ഇതിൽ വർദ്ധിച്ചു വരണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ 3 പദവികളിൽ ആയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ പദവികൾക്ക് ഭാഗ്യം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് താഴേക്ക് പോകുവാനായിട്ട് പാടില്ല. അതിന് മുകളിൽ നിൽക്കേണ്ടുന്നതായ അനുഭവത്തെയാണ് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പം അത് ഈ 3 പദവികളുള്ളവർക്ക് 3 അനുഗ്രഹങ്ങൾ കൂടെ തരുന്നു. ആ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിലച്ച് നിൽക്കുവാനായിട്ടല്ല. ഡേ ബൈ ഡേ വി ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ത്രൂ ദീസ് 3 ബ്ലെസ്സിങ്സ്. ഇനി യൂദാ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഇതാണ് ആദ്യത്തെ വാക്യം. അതായത് ഈ ലേഖനം താൻ എന്തുകൊണ്ട് എഴുതുവാനായിട്ട് ഇടയായി തീർന്നു? താൻ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വേഗം അത് മാറുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം പറയുകയാണ്, വിളിക്കുന്നത് എങ്ങനെയാണ്? ബിലവഡ്, പ്രിയരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും പ്രിയരായിരിക്കുന്നവർ ഇവിടെ യൂദായിക്കും പ്രിയര. ആ 3 പദവികൾ നമ്മൾ ഓർത്തുകൊള്ളണം. നമുക്ക് ലഭിക്കാവുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ 3 പദവികളാണത്. ആ പദവികൾ കൽപ്പിച്ചു തന്നിരിക്കുന്നത് പിതാവാം ദൈവം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മറന്നു പോകുവാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവരെ വിളിക്കുന്നു പ്രിയരെ. എന്നിട്ട് പറഞ്ഞെന്താ? നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും താൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൻ്റെ പ്ലാൻ എന്തായിരുന്നു? ആക്ച്വലി തൻ്റെ പ്ലാൻ ഈ ലേഖനത്തിൽ തുടർന്ന് കാണുന്നതായ വാക്യങ്ങൾ രേഖപ്പെടുത്തുവാനായിരുന്നില്ല തൻ്റെ പ്ലാൻ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷയെക്കുറിച്ചുള്ളതായ ഒരു സുവിശേഷം എഴുതുവാൻ വേണ്ടിയാണ് യൂദാ താല്പര്യപ്പെട്ടത്. ഗോസ്പൽ ഓഫ് സാൽവേഷൻ, യേശു കർത്താവിനെ കുറിച്ച്, അവൻ്റെ രക്ഷയെക്കുറിച്ച്
രക്ഷണ്യ പദ്ധതിയെക്കുറിച്ചൊക്കെ എഴുതുവാൻ വേണ്ടിയിട്ടാണ് യൂദാ തീർച്ചയായിട്ടും താല്പര്യപ്പെട്ടത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ, അതായത് മാനവരാശിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതായ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ വേണ്ടിയിട്ടാണ് താൻ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ആ പ്ലാൻ മാറുവാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ ലേഖനങ്ങളിലും പത്രോസിൻ്റെ ലേഖനങ്ങളിലുമൊക്കെ സഭയിൽ നുഴഞ്ഞു കയറിയതായ ദുരുപദേശങ്ങളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ആണ് യൂദാ ഈ മാറ്റത്തിലേക്ക് വരുവാൻ, ഒരു പോരാട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നതിനെക്കുറിച്ച് പറയുവാനായിട്ട് താല്പര്യപ്പെട്ടതെന്ന് ഓർക്കണം. ഇനി അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് യൂദാ രക്ഷയെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കുവാൻ വേണ്ടി, ലോകത്തോട് പറയുവാൻ വേണ്ടി എല്ലാ നിലയിലുമുള്ളതായ പ്രവർത്തനവും പ്രയത്നവും അദ്ദേഹം പൂർത്തീകരിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യൂദായുടെ ഒരു സ്വഭാവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. റിവീലിംഗ് എ ക്യാരക്ടർ ഓഫ് ജൂഡ്. യൂദായുടെ ഒരു സ്വഭാവം, ഒരു നേച്ചർ, ഒരു ക്യാരക്ടർ അവിടെ വെളിപ്പെടുത്തുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. ഒരു ഉപദേശ വിഷയത്തെക്കുറിച്ച് ജനത്തെ അഡ്രസ്സ് ചെയ്യുവാൻ തുടങ്ങുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നന്നായി ഹോംവർക്ക് ചെയ്യണം എന്ന് യൂദാ നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. അതായത് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയാലും ആ വേലയ്ക്ക് വേണ്ടി, ചെയ്യുവാൻ പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി നന്നായി ഒരു പ്രിപ്പറേഷൻ, ഒരുക്കം ദൈവമക്കൾക്ക് ആവശ്യമാണ്. ഇവിടെ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യമല്ല, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ എന്നാണ് പറഞ്ഞത്. ഇപ്പം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ ശുശ്രൂഷകൾ ഉദാസീനതയോടുകൂടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അതിനെ അണ്ടർലൈൻ ചെയ്ത് അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെയാണിത്. കർത്താവിൻ്റെ വേലക്കാരായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ ശുശ്രൂഷ ഏത് മേഖലകളിൽ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെറുതും വലുതുമായിട്ടുള്ള ഏത് ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കുമുള്ളതായ ഒരു ആഹ്വാനമാണിത്. എന്ത് ചെയ്താലും അതിനു വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഒരുക്കത്തോടു കൂടെ വേണം കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യേണ്ടത്. ഇവിടെ ഒരു രക്ഷയെക്കുറിച്ചുള്ളതായ ഒരു സുവിശേഷം തന്നെ എഴുതുവാൻ പ്ലാൻ ചെയ്തിരുന്ന വ്യക്തി, അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ പഠനവും അദ്ദേഹം പൂർത്തീകരിച്ചു, നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ഇവിടേക്ക് കടന്നു വരുന്നത് എന്ന് ഓർത്തുകൊള്ളണം. എന്തെങ്കിലും പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുക എന്നതിലുപരി ആഴമായിട്ട് വിഷയം കൈകാര്യം ചെയ്യുവാനായിട്ടുള്ളതായ പ്രാപ്തി ആർജിക്കുക എന്നുള്ളത് എല്ലാ ദൈവമക്കളും മാതൃകയാക്കേണ്ടുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ് എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് എന്താണ് പൊതുവിലുള്ള രക്ഷ എന്ന് യൂദാ ഉദ്ദേശിക്കുന്നത്? ലോകത്തിലുള്ള യഹൂദന്മാർക്കും പുറജാതികളുമായ സകല മനുഷ്യർക്കും പൊതുവായി അംഗീകരിക്കാവുന്ന രക്ഷാ സന്ദേശം എന്നാണ് ആശയം. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതായ വിടുതലുകളെ കുറിച്ചുള്ളതായ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളണം. അതിനുശേഷം നമ്മൾ മുൻപോട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുക. സകല പ്രയത്നവും ചെയ്തു എന്ന് പറയുന്നു. അപ്പം ഇതിനകത്ത് നിന്ന് ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്?
വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു ഭാഗമാണ്. താൻ ആഗ്രഹിച്ചതും ചിന്തിച്ചതും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ലോകത്തോട് പറയുവാനായിട്ടാണ് താൻ ആഗ്രഹിച്ചത്. എന്നാൽ ആ കാലഘട്ടത്തിലെ സഭയിലെ സാഹചര്യങ്ങൾ കണ്ട് തൻ്റെ മനസ്സ് മാറുന്നു. അങ്ങനെ മനസ്സ് മാറുന്ന വ്യക്തിയാണ് വിശ്വാസത്തെക്കുറിച്ച് പോരാടേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലോകത്തോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, യൂദായിക്ക് ആ രക്ഷയെക്കുറിച്ച് എഴുതുവാനായിട്ട് മറ്റൊരു ലേഖനമൊന്നും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. എന്തായിരുന്നു ആവശ്യം, അതാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തം, ഈ ലേഖനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ പ്രേരണയാൽ മാത്രം എഴുതപ്പെട്ടതായ ലേഖനമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. രക്ഷയെക്കുറിച്ച് എഴുതുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് മറ്റൊരു വിഷയത്തിലേക്ക് യൂദാ പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യത്തിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിയും, പരിശുദ്ധാത്മ പ്രേരണയാലാണ് ഈ ലേഖനം യൂദാ എഴുതിയിരിക്കുന്നതെന്ന്. ഒന്നാമത്തെ കാര്യം നമുക്കവിടെ ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് കീഴടങ്ങിയിരിക്കുമ്പോഴാണ് നമ്മെ ദൈവം തൻ്റെ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളാം. കാരണം എന്താണെന്നറിയാമോ ദൈവമക്കളെ? പരിശുദ്ധാത്മാവിനറിയാം ദൈവജനത്തിൻ്റെ ആവശ്യം. ദൈവജനത്തിൻ്റെ മനോനില അറിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് ഓർത്തുകൊള്ളാം. നമ്മൾ മനസ്സിലാക്കണം, ഒരു കൂട്ടായ്മയിൽ, ഒരു കൺവെൻഷനിൽ, ഒരു ദൈവാലയത്തിൽ, ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ നമ്മൾ ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ അനേക ആളുകൾ കാണും. ഈ മുമ്പിലിരിക്കുന്ന അനേക ആളുകളുടെയും ഹൃദയനില മനസ്സിലാക്കുവാൻ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും സാധ്യമല്ല. മറ്റുള്ളവരുടെ മാനസിക നില എന്താണെന്ന് അറിയുവാൻ ഒരിക്കലും മനുഷ്യന് സാധ്യമല്ല. എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. മുൻപിലിരിക്കുന്ന വ്യക്തികളിൽ ഒരു വ്യക്തിയെങ്കിലും ആത്മാർത്ഥതയോടെ, ആത്മഭാരത്തോടെ, അല്ലെങ്കിൽ ഒരു വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ആവശ്യമായിരിക്കുന്നതായ ദൈവവചനം കേൾക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പർട്ടിക്കുലർ വ്യക്തിയുടെ മനോനില അളക്കുകയാണ്. എത്ര താല്പര്യം, എത്ര ആഗ്രഹം, എത്ര സന്തോഷം. അത് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിൽ കൂടെയും ദാസിമാരിൽ കൂടെയും പ്രസംഗിക്കുവാൻ, വചനം കൈകാര്യം ചെയ്യുവാൻ നിൽക്കുന്ന വ്യക്തികളുടെ വായിൽ കൂടെ ആ വചനത്തെ നൽകുകയാണ്. ഒരു പക്ഷേ 100 പേര് വന്നിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് എന്ന് വിചാരിക്കുക. 99 പേർക്കും അദ്ദേഹം പറയുന്ന പ്രസംഗം കൊണ്ട് ഒരു പ്രയോജനവും കാണത്തില്ലായിരിക്കാം. അവർ മാർഗിടും, ഓ ഇന്നത്തെ ദൈവവചനം വലിയ ഗുണമില്ലായിരുന്നു. എന്നാൽ ദൈവാത്മാവ് നോക്കുന്നത് എന്താണെന്നറിയാമോ? ആ ഒന്നിൻ്റെ ഹൃദയനിലയാണ്. 99 എണ്ണം നിറഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ മേനി നടിക്കുവാൻ വേണ്ടി കൂട്ടായ്മയ്ക്ക് വരുന്നവരായിരിക്കാം.
എണ്ണം തികയ്ക്കുവാൻ വേണ്ടി കൂട്ടായ്മയ്ക്ക് വരുന്നവരായിരിക്കാം. വലിയ താല്പര്യമില്ലാതെ ആയിരിക്കാം അവരുടെ ഇരിപ്പ്. അപ്പം അവർക്ക് എത്ര കിട്ടിയാലും ഒരു പ്രയോജനവുമില്ല, ശ്രദ്ധിക്കണമെന്നില്ല. എന്നാൽ മുൻപിലിരിക്കുന്ന ഒരെണ്ണം ആത്മാർത്ഥതയോടുകൂടെ ഉള്ളതാണെങ്കിൽ ആ ഒരെണ്ണത്തിന് വേണ്ടിയിട്ടായിരിക്കും കർത്താവിൻ്റെ പ്രവർത്തനം പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. ഇവിടെ സഭ ഒരു വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ രക്ഷയെക്കുറിച്ചുള്ളതായ പഠിപ്പിക്കലിനെക്കാട്ടിലും ആവശ്യം വിശ്വാസം കൈമോശം വരാതെ അതിനുവേണ്ടി നിലനിൽക്കേണ്ടുന്ന ആവശ്യകതയെക്കുറിച്ച് അവരെ ഉത്തേജിപ്പിച്ചെഴുതേണ്ടുന്നതാണ് ആവശ്യം. അതുകൊണ്ടാണ് യൂദായിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ദൈവവചനം മുൻപിലിരിക്കുന്ന എല്ലാവർക്കും എപ്പോഴും പ്രയോജനമായിക്കൊള്ളണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ ഹൃദയനില, മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡൈനിങ് ടേബിളിൽ നിരത്തി വയ്ക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിനോട് വലിയ താല്പര്യം തോന്നത്തില്ല. കാരണം വിശപ്പില്ലാത്തത് കൊണ്ട് താല്പര്യം തോന്നണമെന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇതെന്ന് ഓർത്തുകൊള്ളണം. നമ്മുടെ താല്പര്യം, നമ്മുടെ ഹൃദയനില, നമ്മുടെ വാഞ്ച, നമ്മുടെ ആർത്തി എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചായിരിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പിത്തരുന്നത് എന്നുള്ളത് ഇവിടെ ഓർത്തുകൊള്ളണം. അപ്പോൾ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന ദൈവം അവൻ്റെ പദ്ധതികൾക്കായിട്ട് നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഗതി. അപ്പോൾ ഒന്നും നമ്മൾ ചിന്തിക്കും, ഇതൊരു ആകസ്മികമായിട്ട് ആക്സിഡൻ്റലായിട്ട് നടന്ന സംഭവമാണോ? ഈ സ്വിച്ചിങ്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ വന്ന വ്യക്തി വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു സ്വിച്ച് ചെയ്യുന്നത് ആകസ്മികമായിട്ട് നടന്നിരിക്കുന്നതായിട്ടുള്ള സംഭവമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, എല്ലാം ക്രമീകരിക്കപ്പെട്ട ദൈവിക പദ്ധതികൾക്കനുസരിച്ചിട്ടാണ് മുൻപോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതമായിക്കൊള്ളട്ടെ ദൈവമക്കളെ, ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന, വിളിക്കപ്പെട്ടിരിക്കുന്ന, സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന, കർത്താവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന, കരുണയും സമാധാനവും സ്നേഹവും ജീവിതത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും ആക്സിഡൻ്റൽ അല്ല, ആകസ്മികങ്ങളല്ല, മറിച്ച് ദൈവിക പദ്ധതിക്കനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നിലയിലാണ് നമ്മുടെ ജീവിതം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥന? നമ്മളൊരു പാട്ട് പാടാറുണ്ട്, എന്താണ്? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതം എന്നിൽ നിറവേറണം. യൂദായുടെ ജീവിതത്തിൽ യൂദായുടെ ഹിതമല്ല, ദൈവഹിതമാണ് നിറവേറുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളണം. അപ്പോൾ ദൈവഹിതത്തിനും പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുമുള്ള ജീവിതം നയിപ്പാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇനി അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തായിരുന്നു ആത്മാവിൻ്റെ കമ്പല്ലിങ് യൂദായുടെ മേൽ? ഒരു പ്രേരണ ഉണ്ടാവുകയാണല്ലോ, ഒരു ഭയങ്കര ഫോഴ്സാണത്. തന്നെ ചെയ്യുവാൻ വന്ന കാര്യത്തിൽ നിന്ന് മാറ്റി മറ്റൊരു കാര്യത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശക്തമായ പ്രേരണ, ഒരു ഉൾപ്രേരണ ഉണ്ടാവണം. എന്താണ് യൂദായ്ക്കുണ്ടായതായിട്ടുള്ള ആത്മപ്രേരണ എന്തായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കുവാനായിട്ട് കഴിയണം. അവിടെ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് ആ വാക്യം ഇന്ന് ഞാൻ എടുക്കത്തില്ല, സമയം അവസാനിക്കാറാകുന്നത് കൊണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ, 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത ആഴ്ച ആ വാക്യം എടുക്കും. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. എന്തായിരുന്നു യൂദായ്ക്ക് ലഭിച്ച ശക്തമായ പ്രേരണ? ആ പ്രേരണയുടെ കാര്യമാണ് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ നുഴഞ്ഞു കയറി വിശ്വാസികളെ വഞ്ചിക്കുവാനായിട്ടിടയായിത്തീരുന്നു. അതായത് വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി സംഭവിക്കുവാനായിട്ടിടയായിത്തീരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം കണ്ടപ്പോൾ ദുരുപദേശാക്കൾ വന്ന് ദുരുപദേശങ്ങൾ പറഞ്ഞ്
ജനത്തിൻ്റെ മനസ്സ് മാറ്റി കർത്താവിൽ നിന്ന് അകറ്റി ലോകത്തിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉൾപ്രേരണ അദ്ദേഹത്തിന് ഉണ്ടാവുകയും അത് ഈ മനുഷ്യനെ കൊണ്ട്, യൂദായെ കൊണ്ട് ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയായി തീർന്നു എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഉദ്ദേശം ഇത്രമേ ഉള്ളൂ, സഭയെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ മുന്നോട്ട് നയിക്കേണ്ടതിനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിനും ആ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത്. ദുരുപദേശാക്കൾ പ്രവേശിച്ച് ക്രിസ്തു വിശ്വാസത്തെ ചോദ്യം ചെയ്ത്, ക്രിസ്തുവിൽ മാത്രമുള്ളതായ രക്ഷയെ ചോദ്യം ചെയ്ത്, വിശ്വാസ ത്യാഗം സംഭവിക്കത്തക്കതായ രീതിയിലുള്ള ദുരുപദേശങ്ങൾ സഭയിൽ പ്രചരിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രേരണയാൽ യൂദാ പറഞ്ഞു, സഭയുടെ തനിമ നഷ്ടപ്പെടരുത്, വിശ്വാസത്തിൻ്റെ തനിമ നഷ്ടപ്പെടരുത്, അതിൻ്റെ മൂല്യം നഷ്ടപ്പെടരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത, ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി പോരാടേണ്ടുന്നതിൻ്റെ ആവശ്യകത, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്നോർത്തുകൊള്ളണം. ഇനി 3-ാമത്തെ വാക്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. അവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്നതായ വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വിശ്വാസം, ഫെയ്ത്ത് ദാറ്റ് വാസ് വൺ ഫോർ ഓൾ ഡെലിവേർഡ് ടു ദ സെയിൻസ്. വിശുദ്ധന്മാർക്ക് വേണ്ടി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിശ്വാസം എന്താണ്? വിശുദ്ധന്മാർക്ക് വേണ്ടി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസം മറ്റൊന്നുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. മേളിലത്തെ വാക്യം നിങ്ങൾ മറന്നു പോകരുതേ. നമുക്ക് തന്ന പദവിയുണ്ട്. ആ പദവിയിലെ ഒരു യുണീക്ക് പദവി എന്ന് പറയുന്നത് നാം യേശു ക്രിസ്തുവിന് വേണ്ടി കാക്കപ്പെടുന്നവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവർ, നമുക്ക് തന്നിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ആ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് ദുരുപദേഷ്ടാക്കന്മാർ വിശ്വാസികളെ വലിച്ചുകൊണ്ടു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിലും ഇന്നും സംഭവിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമല്ല രക്ഷ, മറ്റു പലതിൽ കൂടെയും രക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് എന്ന് ഓർത്തുകൊള്ളാം. ഇതിൽ കൂടെ മാത്രമേ, സുവിശേഷത്തിൽ കൂടെ മാത്രമേ രക്ഷയും നിത്യജീവനും ഉള്ളോ? അല്ല. ബൈബിള് മാത്രമാണോ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ? അല്ല. മറ്റ് പുസ്തകങ്ങൾ വായിച്ചാലും, മറ്റ് ഗ്രന്ഥങ്ങൾ, മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാലും രക്ഷയുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നതായ, നമുക്ക് ലഭിച്ചതായ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ വലിച്ചുകൊണ്ട് പോകുവാൻ, മറ്റുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട് എന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുവാൻ കാരണം. അപ്പോസ്റ്റസി സംഭവിക്കും. ഇന്ന് അതിൻ്റെ തുടക്കമല്ല, ഇന്ന് അത് ലോകത്തിൽ ഉണ്ട്. അനേകരും വിശ്വാസം വിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അവിടെ പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്, ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് അല്ലേ? നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്നതാണ്. ഒരു വ്യക്തി ഒരു കാര്യം നമ്മളെ ഭരമേൽപ്പിച്ച് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ച് പോകുന്ന കാര്യം, അത് തിരികെ കൊടുക്കേണ്ടി വരും. ഒരു നാളിൽ ഈ വ്യക്തി മടങ്ങി വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ വർഷം നിന്നെ ഏൽപ്പിച്ചത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് മടക്കി കൊടുക്കേണ്ടി വരും. ഈ വിശ്വാസം ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്. താലന്തുകളുടെ ഉപമയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. 5
ഒന്നും താലന്തുകൾ ലഭിച്ചതായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ കൊടുത്തിട്ട് പോയ യജമാനൻ മടങ്ങി വരുമ്പോൾ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് തന്ന താലന്തുകൾ എന്തിയെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഏകസത്യ ദൈവത്തിലുള്ളതായ അതിവിശുദ്ധ വിശ്വാസമാണ് എന്ന് ഓർത്തുകൊള്ളണം. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഈ വിശ്വാസം കണ്ടെത്തുമ്പോൾ നമ്മളെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച് പോയിരിക്കുകയാണ്. സോ ഗോഡ് എൻട്രസ്റ്റഡ് അസ്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സംഭവമാണ് ഇതെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് മടക്കി കൊടുക്കണം. ഒരു നാളിൽ ചോദ്യം വന്നാൽ തിരികെ കൊടുക്കേണ്ടുന്നതായിട്ടുള്ള സംഗതിയാണ് ഇത് എന്നുള്ളത് നമ്മളെ വല്ലാതെ ഭരിക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സംഭവം സൂക്ഷിക്കേണ്ടുന്ന ഒരു കടമ നമുക്കുണ്ട്. അത് നഷ്ടപ്പെട്ടും നശിച്ചും കൈമോശം വരാതെയും സൂക്ഷിക്കേണ്ടുന്ന ഒരു കടമ നമുക്കുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട്, വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അപ്പോൾ ഈ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ടും കൈമോശം വരാതെയും സൂക്ഷിക്കണം. കാരണം ഇത് തിരികെ നൽകേണ്ടുന്നതാണ്. കർത്താവ് വരുമ്പോൾ കർത്താവിനെ ദർശിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാഹളധ്വനി കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസം കൈമോശം വരാതെ ജീവിത അവസാനം വരെ അതിനെ സൂക്ഷിച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുക, നമ്മളെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിനെ സൂക്ഷിക്കേണ്ടത്, ഇതിന് ഒരു കോട്ടവും തട്ടാതെ വണ്ണം സൂക്ഷിക്കേണ്ടുന്ന ഒരു വലിയ കടമ നമുക്കുണ്ട് എന്നുള്ളത് കൂടെ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. മാത്രമല്ല, ഇതിനകത്തെ മറ്റൊരു സംഗതി കൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഭരമേൽപ്പിച്ചിരിക്കുന്നത് വിലയേറിയതാണെങ്കിൽ അപഹരിക്കുവാനായിട്ടുള്ളതായ സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഭരമേൽപ്പിച്ചിരിക്കുന്നത് വിലയേറിയതാണെങ്കിൽ അത് അപഹരിക്കുവാനായിട്ടുള്ളതായ സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഓർത്തുകൊള്ളാം. അപ്പം നമുക്ക് നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നതായ വിശ്വാസം മൂല്യമുള്ളതാണോ, വിലയേറിയതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് 2 പത്രോസ് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, 2 പത്രോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന 1-ാമത്തെ വാക്യത്തിൻ്റെ, അതായത് ആമുഖ വാക്യത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഞാൻ ഒറ്റ വേർഡ് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചതേ ഉള്ളൂ. ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മൂല്യമുള്ളതാണെങ്കിൽ, വിലയുള്ളതാണെങ്കിൽ, വിലയേറിയതാണെങ്കിൽ അപഹരിക്കപ്പെടുവാൻ, കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. കള്ളൻ അല്ലെങ്കിൽ ശത്രുവായ പിശാച് അത് അപഹരിക്കുവാൻ വേണ്ടി തന്നാൽ ആവുന്നിടത്തോളം എല്ലാ പദ്ധതികളും അവൻ ഇണക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് പ്രഷ്യസ് ആണ്, വാല്യുബിളാണ്, വിലയേറിയതാണ്. ബൈബിൾ വിലയേറിയത് എന്ന ഒരു പദമിടുമ്പോൾ അതിൻ്റെ വില നമുക്ക് മതിക്കുവാനായിട്ട് സാധ്യമല്ല. അതിൻ്റെ വില നമുക്ക് കണക്ക് കൂട്ടുവാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ കണക്ക് കൂട്ടുവാൻ കഴിയാത്തതായ വിലയേറിയതായിട്ടുള്ളതായ അതിവിശുദ്ധ വിശ്വാസമാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നോർത്തുകൊള്ളാം. അതുകൊണ്ട് തന്നെ ഇത് വിലയേറിയതായതുകൊണ്ട് തന്നെ, ഇത് സംതിങ് പ്രഷ്യസ് ആയതുകൊണ്ട് തന്നെ ശത്രു ഇതിനെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ എല്ലാ നിലയിലുമുള്ളതായ തന്ത്രങ്ങൾ പരതും എന്ന് ഉള്ളത് ഓർത്തുകൊള്ളാം. അത് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് യൂദായിൽ കൂടെ അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നു. ആ ഇൻസ്ട്രക്ഷൻ എന്താകുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫൈറ്റ്, ഒരു യുദ്ധം അതിൻ്റെ പുറകിൽ അനിവാര്യമാണ്. ഈ ഭരമേൽപ്പിച്ചിരിക്കുന്നത് വിലയേറിയതാണെന്നുള്ളത് വചനത്തിൽ കൂടെ ഇപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ പിശാച് തന്നാൽ സാധ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കി.
അപ്പം ദൈവ പൈതൽ എന്താണ്? കയ്യും കെട്ടി അടങ്ങിയിരിക്കുക എന്നുള്ളതല്ല. അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി, വിലയേറിയ വിശ്വാസത്തിന് വേണ്ടി ദൈവമക്കൾ പോരാടണം. വിശ്വാസത്തിൻ്റെ മൂല്യം കളയുന്നതോ ഇകഴ്ത്തിക്കളയുന്നതോ അതിൻ്റെ വാല്യൂ കളയുന്നതോ അതിൽ കലർപ്പ് ചേർക്കുന്നതോ ആയ എല്ലാ കാര്യങ്ങളോടും, എന്ന് പറഞ്ഞാൽ സകലവിധമായിട്ടുള്ള ദുരുപദേശങ്ങളോടും എതിർത്തു നിന്ന് സത്യവിശ്വാസത്തെ സംരക്ഷിക്കേണ്ടുന്നതായിട്ടുള്ള കടമ, റെസ്പോൺസിബിലിറ്റി ദൈവമക്കൾക്കുണ്ട്. ശത്രുവായവൻ ഈ വിലയേറിയത് നമ്മളിൽ നിന്ന് അപഹരിക്കുവാൻ വേണ്ടി അവൻ ശ്രമിക്കുമ്പോൾ ദൈവമക്കൾ പോരാടണം, ദൈവമക്കൾ യുദ്ധം ചെയ്യണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ. ഇതിൻ്റെ ഗ്രീക്ക് മൂലഭാഷയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊരു ആർമി കമാൻഡർ തൻ്റെ കീഴിലുള്ളതായ സോൾജിയേഴ്സിനോട് കൊടുക്കുന്ന കമാൻഡാണ്. അവിടെ ഒരു റിക്വസ്റ്റ് അല്ല. എപ്പോഴും ഒരു ആർമി കമാൻഡർ, ഒരു ബ്രിഗേഡിയർ അല്ലെങ്കിൽ ഒരു മേജർ അല്ലെങ്കിൽ ഒരു കേണൽ, ഉന്നത റാങ്കിലുള്ളവർ തൻ്റെ കീഴിലുള്ളതായ ആളുകൾക്ക്, പടയാളികൾക്ക് ഒരു കമാൻഡിങ് ആണ് കൊടുക്കുന്നത്, ഒരു കമാൻഡിങ് ഓർഡറാണ് കൊടുക്കുന്നത്. അപ്പം അത് ചെയ്താലേ പറ്റുമെന്നാണ്. അവിടെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരു സോൾജിയേഴ്സിനും സാധ്യമല്ല. തൻ്റെ നേതാവിൻ്റെ, മേജർ ജനറലിൻ്റെ അല്ലെങ്കിൽ ബ്രിഗേഡിയറിൻ്റെ ആ കൽപ്പന ശിരസ വഹിച്ചിരിക്കണം. അപ്പം ഇവിടെ യൂദാ പറഞ്ഞു ഇത് പ്രബോധിപ്പിച്ചെഴുതുന്നു എന്ന് പറയുമ്പോൾ അവശ്യം അനുസരിച്ച് ചെയ്തിരിക്കേണ്ടതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? യു ആർ ഇൻ എ വാർഫീൽഡ് ആൻഡ് യു മസ്റ്റ് ഫൈറ്റ്. യുദ്ധക്കളത്തിലായിരിക്കുന്ന നാം യുദ്ധം ചെയ്തതിലേ മതിയാവുകയുള്ളൂ. ഭാരതത്തിൻ്റെ അതിരുകൾ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ ഭാരതത്തെ സംരക്ഷിക്കുവാൻ, ഭാരതത്തിൻ്റെ ബോർഡറുകളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം ശത്രുവിനോട് പോരാടുവാൻ, പൊരുതുവാൻ ഏത് മൊമെൻറ്റും അവർ ഒരുങ്ങിയാണ് ഇരിക്കുന്നത്. ഒരു കാരണവശാലും തങ്ങളുടെ ടെറിട്ടറിയിലേക്ക് അവൻ പ്രവേശിപ്പാനായിട്ടോ തങ്ങളുടെ വിലയേറിയ ദേശത്തെ അപഹരിച്ചു കൊണ്ടുപോകുവാനായിട്ടോ പാടില്ല എന്നുള്ളത് കൊണ്ട് ഊണിലും ഉറക്കത്തിലും ജാഗ്രതയോടുകൂടെ ആയിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ മിലിറ്ററിയെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ മിലിറ്ററിയിലെ സേവകരെ പോലെ, മിലിറ്ററി സോൾജിയേഴ്സിനോട് പറയുന്നത് പോലെയാണ് ദൈവമക്കളോട് പറയുന്നത്. ആത്മീയ പോർക്കളത്തിൽ അടരാടുന്നതായ ഓരോ ദൈവ പൈതലിനോടും ഉള്ളതായ ദൈവത്തിൻ്റെ ആഹ്വാനം എന്താകുന്നു എന്ന് ചോദിച്ചാൽ നാം ആരായിരിക്കണം? അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടുന്നവരായിരിക്കണം. നമ്മുടെ പോരാട്ടത്തിൻ്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ജഡീകങ്ങളല്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവായുധവർഗം. പിശാചാകുന്ന ശത്രുവിനോട് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവ പൈതലിന് ആവശ്യമായിരിക്കുന്നത് ആ പോരാട്ടത്തിന് ആയുധങ്ങൾ വേണമല്ലോ. വെറുതെ കൈയും വീശി ശത്രുവിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ നമ്മളെ നശിപ്പിക്കും, ഇല്ലാതെയാക്കും എന്ന് ഓർത്തുകൊള്ളാം. അപ്പം പോരാടേണ്ടുന്നതിന് ആവശ്യമായിരിക്കുന്ന ആയുധങ്ങളും നമുക്ക് വേണം. ആ ആയുധങ്ങളെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളാം. അതുകൊണ്ട് ആർമർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് മൂല്യശോഷണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നുഴഞ്ഞുകയറ്റക്കാരുടെ ഉപദേശത്തിൽ നമ്മുടെ കൂട്ടങ്ങളും കൂട്ടായ്മകളും തലമുറകളും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി അടരാടണം. അതിൽ കലർപ്പ് ചേർക്കുവാനോ അതിൽ മായം ചേർക്കുവാനായിട്ടോ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നും പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുമ്പോൾ അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് നമ്മയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യൂദാ വലിയൊരു ആഹ്വാനം നമുക്ക് തരുന്നു. പോർക്കളത്തിൽ അടരാടുക, അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോർക്കളത്തിൽ അടരാടുക എന്നുള്ളതായ ആ ആഹ്വാനത്തോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.